അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഭവം ഇബ്നു തൈമിയ പോലും തന്റെ കലിമത്തു ത്വയ്യിബയിൽ ഉദ്ധരിച്ചൊരു സംഭവം കാണാൻ കഴിയും. ഇബ്നു തൈമിയ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു വേള പുരോഗമനവാദികൾക്ക് താല്പര്യമുള്ള ഇബ്നു തൈമിയ ഉദ്ധരിച്ച വാചകം നോക്ക് നിങ്ങൾ. ഹദ്റത്ത് റിജുലു റജുലിൻ ഇൻദ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായും ഒരു മനുഷ്യനും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സംഭവം ശരിക്കും മനസ്സിലാക്കണം ചെറുപ്പക്കാർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവും ഒരു മനുഷ്യനും ഒരു സ്ഥലത്ത് ഇരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ആ മനുഷ്യന്റെ കാലിങ്ങോട്ട് തരിച്ചിട്ട് നമ്മൾ കോച്ച വലിക്കാന്നൊക്കെ പറയണം. ആ മനുഷ്യന്റെ കാൽ വളരെയധികം തരിച്ചിട്ട് ഇങ്ങോട്ട് കോച്ച് വലിച്ചു അനക്കാൻ വയ്യ. ആ മനുഷ്യന്റെ കാൽ അനക്കാൻ കഴിയാതെ അയാൾ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു നിന്നു. നമ്മൾ ചില സ്ഥലത്ത് ചില മജ്‌ലിസിൽ നിന്നിട്ട് എഴുന്നേൽക്കാൻ വയ്യാതെ കാല് തരിച്ചിട്ട് ഇങ്ങോട്ട് ഇടങ്ങാറാവും. അങ്ങനത്തെ ഒരു സംഭവം ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നു. വേറെ ചരിത്ര ഗ്രന്ഥങ്ങളുമുണ്ട്. അങ്ങനെ ആ മനുഷ്യന്റെ കാല് തരിച്ച സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ആ മനുഷ്യന് ഉപദേശം കൊടുത്തു. നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ തൽക്കാലം നീ ഒരു കാര്യം ചെയ്തു. ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ പേര് പറയാം. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ നീ സ്മരിക്ക്. ഫഖാല, അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് ത്വാഹ തങ്ങളുടെ പേരങ്ങ് പറഞ്ഞു അയാൾ. ഫദഹബ ഖദറുഹു. അയാളുടെ ആ തരിപ്പും കോച്ചിലും അപ്പൊ തന്നെ പോയി. ആരാ ഉദ്ധരിക്കുന്നത്? ഇബ്നു തൈമിയ. ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്ന സംഭവം ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ തിരുദൂതരുടെ പേര് പറഞ്ഞപ്പോൾ എങ്ങനെ ഇയാളുടെ ഈ കാലിന്റെ ഈ പ്രവർത്തനം മെച്ചപ്പെട്ടു? അല്ലെങ്കിൽ അയാൾക്ക് വന്ന് ഭവിച്ച ആ ബുദ്ധിമുട്ടി എങ്ങനെ നീങ്ങി? എന്താണ് അതിന്റെ കാരണം? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് ചോദിച്ചു. അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴിവ്, അതല്ലെങ്കിൽ മഹത്തുക്കളുടെ മഹത്വം. മുന്നിൽ പരിശുദ്ധ പ്രവാചകരെ നിർത്തിയപ്പോൾ രക്ഷ ഉണ്ടായി. അതിനകത്ത് തർക്കം. അപ്പൊ നമ്മൾ നമ്മുടെ സഹായിയായി പടച്ചറപ്പ് തന്നെ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ അടിമക്ക് പടച്ചറപ്പ് മാത്രം പോരെ? അലൈഹിസ്സലാഹു കാഫിർ എന്നല്ല ചോദിക്കാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം പോരെ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പൈതൃക സ്വത്തായി നമുക്ക് കിട്ടിയത് എവിടെ കൊണ്ടുപോയി വെച്ചു എന്ന ലളിതമായൊരു സംശയം നമുക്ക് പ്രകടിപ്പിച്ചുകൂടെ? അതിനുള്ള അവകാശമില്ലേ? നമ്മുടെ പൈതൃക സ്വത്തായി നമുക്ക് കിട്ടിയ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നോക്ക് നിങ്ങൾ. ഉത്ബത്ത് ബിൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരിൽ നിന്നുമാണ് ഉദ്ധരണി. ഏതെങ്കിലും ഒരാൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൂടെ, ഒരു ഒഴിഞ്ഞ പറമ്പിലൂടെ അല്ലെങ്കിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു എന്നിരിക്കട്ടെ. ഇദാ അദല്ലഹദുകും ഷൈഅൻ ഔ അറാദ ഔനൻ. അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടു, അയാൾക്ക് എന്തെങ്കിലും പഴവ് പറ്റി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി. ഔ അറാദ ഔന, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു സഹായം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അയാൾക്ക് എന്തോ ഒരു സഹായം വേണ്ട ആവശ്യം വന്നു. ആ മനുഷ്യൻ വഹുവ ബി അർദിൻ ലൈസ ബിഹാ അനീസ്. അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്ന വഹുവ ബി അർദിൻ, അയാൾ ഒരു പ്രത്യേക ഭൂമിയിലാണ്, വിജനമായൊരു പ്രദേശത്താണ്. ലൈസ ബിഹാ അനീസുൻ, അവന് യാതൊരു സഹായിയും, അവന് നേരം പോക്കിന് അല്ലെങ്കിൽ അവന് ആവശ്യമുള്ള കാര്യം നിർവഹിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളുമില്ല. ഏകാന്തനായ ഒരു മരുപ്രദേശത്തൂടെ സഞ്ചരിക്കുന്നവൻ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ കുടുങ്ങിപ്പോയി. എന്നാൽ അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, ഫല്യകുൽ യാ ഇബാദുല്ലാഹി അഈനൂനി. ഫല്യകുൽ, അവൻ പറയട്ടെ, യാ ഇബാദുല്ലാഹി അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കുവീൻ എന്നവൻ പറയട്ടെ. അപ്പൊ ചിലപ്പോൾ തോന്നും, ഞാൻ പിന്നീട് പറയാം. എന്നിട്ട് ഹദീദ് പറയുന്നു, ഫ ഇന്നലില്ലാഹി ഇബാദൻ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ലാ തറാഹും, നിങ്ങൾ അവരെ കാണുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില അടിമകളുണ്ട്, അവരെ നിങ്ങൾ കാണൂല. വഖദ് ജുർരിബ ദാലിക, എത്രയോ ആളുകൾക്ക് അനുഭവത്തിലൂടെ തെളിയിക്കപ്പെട്ട സംഗതികളൊക്കെയാണ് ഈ പറയുന്നത്. നിങ്ങളൊരു വചനമായ പ്രദേശത്ത് നിങ്ങൾ നിന്ന് പെട്ട് ബുദ്ധിമുട്ടിയാൽ നിങ്ങൾ വിളിച്ചു പറയുക, ജനങ്ങളെ എന്നെ സഹായിക്കണേ എന്ന് പറയുക. അപ്പൊ ചിലർക്ക് തോന്നും, അതിപ്പോ എവിടെ കുടുങ്ങിയാലും വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും വരൂലേ? വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ വരും? അവിടെ തന്നെ പറഞ്ഞില്ലേ, ലൈസ ബിഹാ അനീസുൻ, ഒരാളോടെ ഇല്ല, ഒരു തരത്തിലും ഒരു സഹായം അവന് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ ആള് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാ പറയുന്നത്. ആളുണ്ടെങ്കിൽ പിന്നെ വിളിച്ചു പറഞ്ഞാൽ ആള് വരുമെന്ന് ഉറപ്പ്. ഭൗതികമായി നമ്മുടെ ദൃഷ്ടിയിൽ കാണപ്പെടുന്ന ഒരു സഹായം അവിടെ ഇല്ല. ഒരു സഹായം ഇല്ലാത്ത പ്രത്യേക സാഹചര്യത്തിൽ പറയുന്നു, യാ ഇബാദല്ലാഹി അഈനൂനി, യാ ഇബാദല്ലാഹി അഈനൂനി. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കാണാത്ത ചില ആളുകൾ നമ്മളെ സഹായിക്കാൻ അവിടെ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ ചില സഹായികൾ പടച്ചറബ് വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു ഹദീസിൽ പറയുന്നു, ഇന്നലില്ലാഹി മലായികതൻ ഫിൽ അർദി,
അള്ളാഹുവിന്റെ ചില മലക്കുകൾ ഭൂമുഖത്തുണ്ട്. ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. അള്ളാഹുവിന്റെ ചില മലക്കുകൾ ഈ ഭൂമുഖത്തുണ്ട്. സിവൽ ഹഫദത്തി, ഹഫദത്തിന്റെ മലക്കുകൾ അല്ലാത്ത മലക്കുകൾ തന്നെ നമ്മളെ കാത്തു രക്ഷിക്കുന്നതിന് വേണ്ടി പടച്ചറപ്പ് പ്രത്യേകം ഹഫദത്തിന്റെ മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്കുകൾക്ക് പുറമേ തന്നെ സമൂഹത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാവൽ ഭടന്മാരായ മലക്കുകളെ വിന്യസിച്ചിട്ടുണ്ട്. ആ ഭടന്മാരെ പടച്ചറപ്പ് വിന്യസിച്ചിരിക്കുന്നു. എത്രത്തോളം? യക്തുബൂനമാ യസ്ഖുതു മിൻ വറഖി ശജർ, ഒരു മരത്തിന്റെ ഇല പൊഴിയുന്നത് പോലും രേഖപ്പെടുത്തി വെക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സസൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ട അവരെ. ഒരു മരത്തിൽ നിന്ന് ഇല കൊഴിയുന്നത് പോലും അവർക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ കോട്ടം വരുന്ന പോലും അവർ ശ്രദ്ധിക്കും. അത്രയും ശ്രദ്ധാലുക്കളായ മലക്കുകളെ പടച്ചറപ്പ് നിയോഗിച്ചിരിക്കുന്നു. ഫൈദാ അസാബ അഹദുക്കും അർജതൻ, വൈദാ അസാബ അഹദുക്കും അർജതൻ, ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് ഭവിച്ചാൽ, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് ഭവിച്ചാൽ, ബി അർദിൻ ഫലാത്ത്, ഒരു വിജനമായ ഭൂമിയിൽ, ഒരു ശൂന്യമായ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഫൽയുനാദി അഅ്നുനി യാ ഇബാദല്ലാഹ്, ഫൽയുനാദി അവൻ വിളിക്കട്ടെ, യാ ഇബാദി എൻ്റെ അള്ളാഹുവിന്റെ അടിമകളെ, അഈനൂനി യാ ഇബാദല്ലാഹ്, അഈനൂനി യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ ഈ മാലാകമാരുടെ സഹായം അവന് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ സഹായം ഈ മനുഷ്യന് ലഭ്യമാകുന്നു? അപ്പൊ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത അഭൗതികമായ സഹായം നമുക്ക് നൽകുന്നതിന് വേണ്ടി ഭൂമുഖത്ത് പടച്ചറപ്പ് സഹായികളെ നിർത്തിയിട്ടുണ്ടല്ലോ. ഏത് സാധാരണക്കാരനും ഇത് കിട്ടുമെങ്കിൽ മഹത്തുക്കൾ അതിനേക്കാൾ കൂടുതൽ അത് അനുഭവിക്കുന്നവരല്ലേ? അവരുടെ മദത് കൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സഹായം നമുക്ക് ലഭ്യമാവുകയില്ലേ? അതുകൊണ്ടല്ലേ മനുഷ്യൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന വെള്ളം കിട്ടാത്ത കാലത്ത് പോലും പലപ്പോഴും തവസ്സുലിന്റെ കഥ വന്നത്. വെള്ളം കിട്ടാതിരിക്കുമ്പോൾ സ്വന്തമായി പ്രാർത്ഥിക്കുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? കഴിഞ്ഞ തവണ മഴക്ക് പ്രാർത്ഥിക്കാത്ത ആൾക്കാർ ആരാ ഇവിടെ? ഓരോരുത്തരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മരിക്കുകയാണെന്ന് തോന്നത്തക്ക വിധം കാര്യമെത്തിയിട്ടുണ്ട്. എന്നതുപോലെ മഴയില്ലാത്ത കാലത്ത് മദീനത്ത് വരൾച്ച ബാധിച്ചപ്പോൾ പലരും ദ്വാരത്തിലുണ്ടാവുമല്ലോ. എന്തിനധികം വിജിഗീഷുവായ ഭരണാധികാരി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പോലും ഇടതേടിയില്ലേ? ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് എന്താ പടച്ചറപ്പിനോട് നേരിട്ട് ചോദിക്കാൻ അറിയില്ലേ? അതേ ഉമർ റളിയല്ലാഹു തആല താരിഖിന്റെ കിതാബിൽ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ, അല്ലാഹുവേ നബിത്തങ്ങളുടെ കാലഘട്ടത്തിൽ നബിത്തങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇടതേടിയിരുന്നു, നീ ഞങ്ങൾക്ക് മഴ തരികയും ചെയ്തിരുന്നു. ഞങ്ങൾ നിന്റെ പ്രവാചകനെ കൊണ്ട് നിന്നിലേക്ക് മഴ ചോദിച്ചിരുന്നു, നീ ഞങ്ങൾക്ക് മഴ തന്നിരുന്നു. വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ വ ഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ അമ്മനെ കൊണ്ട്, പിതൃവ്യനെ കൊണ്ട്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആലയെ കൊണ്ട് ഞങ്ങൾ ഇതാ ഇടതേടുന്നു. അബ്ബാസ് റളിയല്ലാഹു തആലയിലൂടെ ഞങ്ങൾ ഇതാ ചോദിക്കുന്നു, അള്ളാഹുവേ ഞങ്ങൾക്ക് നബിയുടെ കാലത്ത് നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തപ്പോൾ നീ മഴ തന്നുവല്ലോ, ഞങ്ങളിതാ അമ്മുൻ നബിയിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നു, മഴ തരണേ എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. പോയോ മതത്തിൽ നിന്ന് പുറത്ത്? അത് പൈതൃകമല്ലെങ്കിൽ ഉമർ ഫാറൂഖ് തങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ വ്യാഖ്യാനം എന്താ? അതാണ് നമ്മുടെ പൈതൃകം. ഈ പൈതൃകം നമ്മുടെ സമൂഹത്തിൽ കാത്തു രക്ഷിക്കണമെന്നല്ലേ നമ്മൾ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. അപ്പോഴേക്കും നമ്മൾ പുറത്തു പോയോ മതത്തിന്ന്? അള്ളാഹുവിന്റെ തിരുദൂതർ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ഇങ്ങനെ നേരിട്ട് നബിത്തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട്, നേരെ വന്ന് നബിത്തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട്, ഒരു എതിരഭിപ്രായവും ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തപ്പെട്ട ഒരു ചെറിയ ചിത്രം പോലുമില്ലല്ലോ. ഒരു നേരിയ എതിരഭിപ്രായം പോലും രേഖപ്പെടുത്തപ്പെട്ട ചിത്രം ഉണ്ടോ? ബൈഹഖി തന്നെ ഉദ്ധരിക്കുന്ന, ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിക്കുന്ന റഹിമഹുല്ലാഹ് ദലായിലുൻ നബവിയിൽ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ, സാധുവായ മനുഷ്യൻ ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു പാവം മനുഷ്യൻ വരുന്നു. അതൈനാ കമാലനാ ബഈറുൻ യഖിത്തു വലാ സബിയ്യുൻ യഖിത്തു. ആ മനുഷ്യൻ വന്നുകൊണ്ട് ഗ്രാമീണനായ അറബി പറയുന്ന, പരിശുദ്ധ പ്രവാചകരെ, ഞങ്ങളുടെ വീടുകളിലെ പ്രിയപ്പെട്ട ഒട്ടകങ്ങൾ അറളുന്നില്ല, അറളുന്ന ഒട്ടകങ്ങളില്ലാതായിരിക്കുന്നു, മൂടിപ്പുതച്ച് കിടക്കുന്ന കുട്ടികളുമില്ല എന്ന് പറഞ്ഞാൽ സ്വൈരമുള്ള കുട്ടികളില്ല, സമാധാനമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു നബിയെ. ഈ മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, സമാധാനമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു, എന്ത് ചെയ്യണം? അയാൾ നേരെ വന്നിട്ട് പരാതി നേരെ നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട്, പിന്നെ അവരുടെ സ്വഭാവം അനുസരിച്ച്, അറബികളുടെ സ്വഭാവം അനുസരിച്ച് ഒരു കവിതയിലൂടെ ആ കാര്യം അങ്ങ് ബോധ്യപ്പെടുത്തി നബി തങ്ങളെ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാ പറയുന്നത്. അയാൾ നേരെ പറഞ്ഞു, അതൈനാക വല്ലദ്റാഉ യദ്മീല ബാനുഹാ വഖദ് ശുഇലതു മുസ്ബിയ്യാനി തിഫ്ലി. യുവതികളായ ചെറുപ്പക്കാരികളായ സ്ത്രീകളുടെ സ്ഥാനത്തിൽ നിന്നും
പാലിന് പകരം പ്രവാചകരെ രക്തമാണല്ലോ ഒഴുകി വരുന്നത്. അവിടെ സനങ്ങൾ ചുരത്തുന്നത് രക്തമാണ് നബിയെ, മഴയില്ലാത്തത് കൊണ്ട്, വരൾച്ച കൊണ്ട്. ഉമ്മമാർക്ക് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ട് പോലും ശ്രദ്ധയില്ല. അത്രമാത്രം വരൾച്ച ബാധിച്ചുകൊണ്ട് സ്വന്തം വെള്ളം തേടി നടക്കുന്നവരായി മാറിയിരിക്കുന്നു അവര്. എന്നിട്ട് പറയുന്നു, ചെറുപ്പക്കാരായ ആളുകൾക്ക് പോലും വന്ന് ഭവിച്ച അവസരം, വിശപ്പ് കാരണം എഴുന്നേറ്റ് നിൽക്കുവാനോ ഒന്ന് വിശ്രമിക്കുവാനോ പോലും കഴിയാതെ ചെറുപ്പക്കാർ കൈകുത്തി വീണൊടിഞ്ഞിരിക്കുന്നു. അവര് വീണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ പോലും നിസ്സഹായരായ നബിയെ, ശക്തിയില്ല മനുഷ്യന്. ഇങ്ങനെ നീണ്ട കവിത ചൊല്ലിക്കൊണ്ട് അവസാനം ആ മനുഷ്യൻ പറഞ്ഞ വാക്ക്, അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാമോ? പ്രവാചകരെ, നിങ്ങളെ മുമ്പിലല്ലാതെ ഞങ്ങൾക്ക് എവിടെയാ അഭയം? വേറെ ഒരു അഭയ കേന്ദ്രം ഏതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കി ആരാബി പറയുമ്പോ നബി തങ്ങൾ വിളിച്ചിട്ട് പറയണ്ടേ, പടച്ച റബ്ബല്ലേ അഭയം, അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക, എന്നിലാണോ നീ അഭയം പ്രാപിക്കുന്നത് എന്ന് പറഞ്ഞോ? ഇല്ല. എന്താ ഇതിന്റെ കാരണം? ആ അയറാബിയുടെ ഉദ്ദേശം പടച്ച റബ്ബിനെ തള്ളിപ്പറയലല്ല. അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു സങ്കടം പറഞ്ഞാൽ അതിന് നിവൃത്തി ഉണ്ടാവുന്നുള്ള വിശ്വാസം അത് തെറ്റല്ല. അത് നബിയെ പടച്ചവനാക്കലോ നബിയെ അഭൗതികമായ കഴിവിന്റെ ഉടമയാക്കി വല്ലാതെ ഭൂലോകത്ത് ഉയർത്തിവെക്കലോ അല്ല. കഴിവുകളൊക്കെ നബി തങ്ങൾക്ക് പടച്ചറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ കൊടുത്തത് ചോദിക്കുകയാണ്. ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത്രമാത്രം ആകില്ല. ഈ പ്രവാചകനോട് ചോദിച്ചാൽ പടച്ചറപ്പിനോട് പ്രവാചകർക്ക് പറഞ്ഞുകൊണ്ട് എന്റെ സങ്കടം തീർക്കാൻ കഴിയും എന്നൊരു സാധു മനുഷ്യന്റെ മനസ്സിന്റെ ഉൾത്തുടിപ്പല്ലേ നമ്മളാ കണ്ടത്. അതൊരു പൈതൃക സ്വത്തായി നമ്മുടെ സമൂഹത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനതിനെ തള്ളണം നമ്മൾ? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെന്തിനു നമ്മൾ നിഷേധിക്കണം? ആ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ടൊരു മക്കാമിൽ സിയാറത്തിന് വരികയും മൗലിദിലും ദിക്റിലും നേർച്ചയിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകളെ എന്തിനു മതത്തിൽ നിന്ന് പുറത്താക്കണം? പൈതൃകത്തെ നശിപ്പിക്കുന്ന ആളുകളെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഈ മനുഷ്യൻ വന്നപ്പോ നബി തങ്ങൾ എന്താ അതുകൂടി പറയട്ടെ. ഈ മനുഷ്യൻ വന്നിട്ട് നേരെ പറഞ്ഞ വാക്കെന്താ? കുറച്ച് ഗൗരവമുള്ള വാക്കല്ലേ? അങ്ങയിലേക്കല്ലാതെ ഒരു സ്ഥലത്തേക്ക് എവിടെ ഞങ്ങൾ അഭയം തേടും നബിയെ? അള്ളാഹു ഇല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയാളെ വിളി കേൾക്കൂലേ? ആ മനുഷ്യൻ അത്രയൊക്കെ പറഞ്ഞിട്ടും അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു നിമിഷം ആ മനുഷ്യനെ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയി എന്നതുകൊണ്ട് തൗഹീദിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചോ? ഇല്ല. കാരണം നബി തങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അയാളെ തൗഹീദിനൊരു കുറവുമില്ല, അയാൾ മുസ്ലിമാണ്, മുവഹിദാണ്, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള സാധുവാണ് ആ മനുഷ്യൻ എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന പരിശുദ്ധ പ്രവാചകർ ഉടനെ ചെയ്ത പണി എന്താണ്? ചരിത്രകാരന്മാര് പറയുന്നു, അള്ളാഹുവിന്റെ തിരുദൂതർ തന്റെ തട്ടം പോലും ശരിയാക്കാതെ, അവതാ മുണ്ട് പോലും ശരിയാക്കാതെ തലയിലിട്ട മുണ്ട് വലിച്ചിഴച്ചുകൊണ്ട് മിമ്പറിലേക്ക് കയറി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തലയെക്കെട്ട് ശരിക്ക് കെട്ടാൻ പോലും സമയമെടുത്തില്ല. എന്താ? കാരണം സമയം കളയാൻ പറ്റൂല. ഒരു സാധു സങ്കടം പറഞ്ഞതാ. നേരെ കയറി മെമ്പർക്ക് ചരിത്രം പറയുന്നു. വളരെ മനോഹരമായി ചരിത്രകാരന്മാർ പറയുന്നു, നബി തങ്ങൾ നേരെ മെമ്പറിലേക്ക് തട്ടം പോലും ശരിയാക്കാതെ ഓടിക്കയറി എന്ന് തന്നെയാണ് ഹദീസിന്റെ കിതാബിൽ ചരിത്ര ഗ്രന്ഥത്തിൽ ഉല്ലേഖനം ചെയ്തത്. തട്ടം ശരിയാക്കാൻ നബി തങ്ങൾ കാത്തു നിന്നില്ല, അയാളെ പഠിപ്പിക്കല്ല ചെയ്തത്. നേരെ കയറിയിട്ട് മെമ്പറിന്റെ മുകളിൽ നിന്നിട്ട് ഒറ്റ പ്രാർത്ഥന, അല്ലാഹുമ്മ സ്ഖിനാ വഇതം മുഈഥാ. ആ പ്രാർത്ഥന പോലും ചരിത്രം രേഖപ്പെടുത്തി. അല്ലാഹുമ്മ സ്ഖിനാ വഇതം മുഈഥാ മരീഅൻ മരീഅൻ ഒദികൻ തബകൻ നാഫിയൻ ഒയറല്ലാർ. അങ്ങനെ തുറന്ന് പ്രാർത്ഥിച്ചു. ആജിലൻ ഒയററായിതിൻ യംലഉ ബിഹിൽ ലറ തംലഉ ബിഹിൽ ലറ വതുംബിതു ബിഹിൽ സറ എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട ഒരു പ്രാർത്ഥന നബി തങ്ങൾ അങ്ങ് നടത്തി. ആ പ്രാർത്ഥന മിമ്പറിൽ വെച്ചുകൊണ്ട് അങ്ങനെ നടത്തവേ ഫമാ റദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദൈഹി, അങ്ങനെ നബി തങ്ങൾ തന്റെ കൈ ഇങ്ങോട്ട് മുഖത്തേക്ക് മടക്കിയിട്ട് കയ്യങ്ങ് താഴ്ത്തുന്ന സമയം, ആ ദുആ കഴിഞ്ഞ് നബി തങ്ങൾ ശറഫാക്കപ്പെട്ട കയ്യങ്ങ് താഴ്ത്തേണ്ട സമയം, ഹത്താ അൽഖത്തിസ് സമാഉ ബിഅർദാഫിഹാ, ആകാശം അതിന്റെ ഭാണ്ഡമടിച്ചു, മഴയങ്ങ് കൊടുത്തു. ആകാശം അതിന്റെ ഭാണ്ഡമടിച്ചു, മഴയങ്ങ് കൊടുത്തു. നോക്കണം നിങ്ങൾ, നബി തങ്ങൾ ഈ അഅറാബി പറഞ്ഞ പോലെ മിമ്പറിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ മഴയതാ വർഷിക്കുന്നു, തുടരെ തുടരെ മഴ. ഇനി ഈ മഴ നീണ്ടു നിന്നാൽ വമ്പിച്ച പ്രളയം വരുമോ എന്ന് ജനങ്ങൾക്കൊരു ഭയം. ആ പ്രളയ ഭീതി കൊണ്ട് ജനങ്ങൾ ഓടി വന്ന് നബിയോട് സങ്കടം പറഞ്ഞപ്പോൾ നബി തങ്ങൾ കൈ വീണ്ടും പൊക്കി, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമാന സംഭവങ്ങൾ മദീനത്തെ പള്ളിയിൽ നിരവധിയുണ്ട്.
സമാന സംഭവങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതത്തിൽ ഒട്ടേറെയുണ്ട്. ഈ പ്രവർത്തനം അള്ളാഹുവിന്റെ തിരുദൂതർ ചെയ്തപ്പോൾ ആ പ്രവർത്തനം നമ്മൾ കാണേണ്ടത് എങ്ങനെയാ? ഇയാൾ വന്നിട്ട് നിങ്ങളെ അഭയുള്ളൂ എന്ന് പറയുമ്പോൾ തങ്ങളോട് ചെന്നിട്ട് തങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം കേട്ടോ എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്ന് പുറത്തു പോയോ? അഷ്റഫുൽ ഖൽഖിനോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് ഇജ്ജ് അവിടെ നിൽക്ക്, ആദ്യം നീ പ്രാർത്ഥിക്കേണ്ട രീതി പഠിക്കുന്നു പറഞ്ഞവനെ തൗഹീദ് പഠിപ്പിക്കലല്ല ചെയ്തത്. ഇവിടെ ചിലർ ചെയ്യുന്ന പോലെ അതല്ല പൈതൃകം എന്ന് ഇന്ന് പഠിച്ചൂടെ? ഞാൻ മനസ്സിലാക്കുന്നത് പഠിക്കാന്ന്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മനസ്സിലാക്കുന്നു പൈതൃകം അതാന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാവുന്ന ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ നബി തങ്ങൾ ചെയ്തെങ്കിൽ പിന്നെന്താ നമുക്ക് ചെയ്താൽ? ഇങ്ങനെ ഒരാൾ മമ്പുറത്ത് വന്നിട്ട് സങ്കടം പറയും, എന്തിനാണ് മമ്പുറത്തേക്ക് പോകുന്നത്? നിനക്ക് നേരിട്ട് പഠിച്ചവനോട് ചോദിച്ചൂടെ? നമ്മളെ പള്ളി കയറി രണ്ടരൊക്കെ നിസ്കരിച്ചാൽ ദ്വാരുന്ന പോലെ വെറുതെ മമ്പുറത്ത് പോയി കബർ പൂജിക്കണോ എന്ന ചോദ്യം പൈതൃകത്തെ എതിർക്കുന്ന ചോദ്യമാണെന്നും അത് പാരമ്പര്യമല്ലെന്നും പഠിക്കാൻ ഇതിലപ്പുറം എന്ത് വേണം? അവ പറയും മരിച്ചവാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മരിച്ചപ്പോഴല്ലോ, മരിച്ചപ്പോൾ ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. മരണാനന്തരമുള്ള ഉദാഹരണം അവിടെ ചെന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല നേരിട്ട് പറഞ്ഞ അനുഭവം പറഞ്ഞില്ലേ.